Okay, good morning. All of you mark your attendance. Mark your attendance. Good morning. All of you mark your attendance. Good morning, Miss. Yes, good morning. Okay, അപ്പോൾ നമ്മള് മിസ് ഇന്നലെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും? Yes, Miss. ഓക്കെ, അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. ഓക്കെ, ചോദിക്കുന്ന ആൾ മാത്രം ആൻസർ ചെയ്താൽ മതി. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? മ്യൂട്ട് ചെയ്ത് വെക്കുക. യെസ്, പറഞ്ഞോ. ആരാണ് മിസ്സി വിളിച്ചേ? ഹസ്നയാണോ? പറഞ്ഞോ ഹസ്ന. ഏതെല്ലാം പേജാണ്? നമ്മുടെ സിലബസ് ആണോ? ഫസ്റ്റ് ടു 6 ലെസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ആദ്യം ഇട്ടിട്ടും ഉണ്ടായിരുന്നു, നിങ്ങളുടെ 4th ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനെ മിസ് ഇപ്പൊ ഏതെല്ലാം പാഠം എടുക്കുന്നത്? ഇപ്പൊ ചോദ്യം ചോദിക്കുന്നതാ? അതൊന്നും പറയില്ല, ഇപ്പൊ അതിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തത്, കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? ചോദിക്കുന്ന ആൾ മാത്രം പറഞ്ഞാൽ മതി. കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? എപ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത്? ഓക്കെ, അലൻ പ്ലീസ് ആൻസർ. എന്താ മോനെ? Please unmute Alan. Alan, please answer. Alan, please unmute. Next, Alani unmute ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നു. കൈസ്, എന്താ കൈസേന്റെ ആൻസർ? കൈസ് പ്ലീസ് അൺമ്യൂട്ട്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. അറിയുന്ന ക്വസ്റ്റ്യൻ ആൻസർ അറിയാത്തതുകൊണ്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാതിരിക്കണ്ട. പറഞ്ഞോ. എന്താണ് ആൻസർ കൈസേ? കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോൾ? ആൻസർ അറിയോ കൈസിനെ? ഇല്ലെങ്കിൽ ഇല്ല പറയാ, അറിയെങ്കിൽ അറിയാന്ന് പറയാം. നോ. ഓക്കെ, നെക്സ്റ്റ് എയ്മി, എന്താ മോളെ എന്റെ ആൻസർ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചിത്രപഥത്തെ കാണുമ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചു ഉയരുന്നത്. ചിത്രപതംഗത്തെ കാണുമ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത്. ചിത്തം എന്ന് പറഞ്ഞ അർത്ഥം മനസ്സ് എന്നാണ്. അപ്പോ കുട്ടിയുടെ മനസ്സ് എപ്പോഴാണ് തുടിച്ചുയരുന്നത്? സന്തോഷം കൊണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ ചിത്രപതംഗത്തെ കാണുമ്പോഴാണ് കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എന്നാണ് അതിന്റെ ആൻസർ. വെരി ഗുഡ്. അപ്പൊ കൈസ് അതൊരു ക്വസ്റ്റ്യനും ആൻസറും 5 times എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് മുമ്പൻ എന്ന കഥയിലെ ഗുണപാഠം എന്ത്? ആരാണ് മുമ്പൻ? എന്തിനാണ് ടെക്സ്റ്റ് മറിച്ച് നോക്കുന്നത് മക്കളെ? ഞാൻ ഇവിടുന്ന് കാണുന്നില്ല നിങ്ങൾ ആരൊക്കെ ടെക്സ്റ്റ് മറിച്ച് നോക്കുന്നുണ്ടെന്ന്. എല്ലാരോടും ഞാൻ സിദ്ധാന്ത ടെക്സ്റ്റ് അടച്ചു വെച്ചേ. റിലു ആബിദ്. ഓക്കെ, അപ്പോ ആരാണ് മുമ്പൻ എന്ന കഥയിലെ ഗുണപാഠം എന്ത്? എന്താണ് ഗുണപാഠം? എന്താണ് ബെനീറ്റ അതിന്റെ ആൻസർ? ബെനീറ്റ പ്ലീസ് അൺമ്യൂട്ട് മോളെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ബെനീറ്റ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ബെനീറ്റ, നല്ല ഉഷാറായിരുന്നു ആള്. ഇപ്പൊ അമ്മ ഗൾഫിൽ പോയതിനു ശേഷം ഒന്നുമില്ല അല്ലേ?
പറഞ്ഞു എന്താ അതിന്റെ ആൻസർ? ആരാണ് മുമ്പൻ എന്ന കഥയിലെ ഗുണപാഠം എന്ത്? എന്താണ് ഏഞ്ചൽ റോസേ എന്ന് പറഞ്ഞു കൊടുത്തേ മോളെ. എല്ലാവരും സേവനത്തിൽ തുല്യരാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും സേവനത്തിൽ തുല്യരാണ് എന്നതാണ് ആരാണ് മുമ്പൻ എന്ന കഥയിലെ ഗുണപാഠം, മോറൽ. ഓക്കെ ബെനീറ്റ, ക്ലിയർ ആണോ? ആ പാഠത്തിലെ 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണിത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം ബെനീറ്റ? ഇന്ന് 5 പ്രാവശ്യം അത് എഴുതിയിട്ട് ക്വസ്റ്റ്യനും എഴുതണം, ആൻസർ കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും കൂടി എഴുതി മിസ്സിന് സെൻഡ് ചെയ്ത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് നൽകാൻ ശ്രീകൃഷ്ണൻ അച്ഛന്റെ കയ്യിൽ കൊടുത്തയച്ചത് എന്ത്? അമ്മയ്ക്ക് നൽകാൻ ശ്രീകൃഷ്ണൻ അച്ഛന്റെ കയ്യിൽ കൊടുത്തയച്ചത് എന്ത്? ഷാൻ, എന്താ ഷാനെ? ഷാൻ എന്താണ് കൊടുത്തത്? അറിയോ? ഷാൻ കേൾക്കുന്നുണ്ടോ? അറിയില്ല. അപ്പൊ ഒന്നും പഠിക്കുന്ന സ്വഭാവേ ഇല്ല അല്ലെ? എഴുതിയതൊക്കെ അവിടെ വെച്ചാലേ. നെക്സ്റ്റ്. കേൾക്കുന്നില്ലേ മക്കളെ? ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കുന്ന എക്കോ കേൾക്കുന്നു. ഓക്കെ, ഒന്നത് പറഞ്ഞു കൊടുക്കുന്ന ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ഹസ്ന, എന്താ അതിന്റെ ആൻസർ ഹസ്ന? ചെമ്മുള്ള ചേലകൾ. ഓക്കെ, ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് അമ്മയ്ക്ക് നൽകാൻ ശ്രീകൃഷ്ണൻ അച്ഛന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് അല്ലേ? ചെമ്മുള്ള ചേലകൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം മുഹമ്മദ് ഷാൻ? അത് 5 times എഴുതിയിട്ട് വിടുക കേട്ടോ. ആൻസർ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പറഞ്ഞവർക്ക് ഓർമ്മയുണ്ടല്ലോ ആർക്കൊക്കെയാണെന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ്? എറിക് ആന്റോണിയോ, എന്തുകൊണ്ടാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി നാം ആചരിക്കുന്നത്? എന്താ മോനെ അതിന്റെ ആൻസർ? എറിക്കിന് സുഖമില്ലേ? എറിക്കേ പനിയായിരുന്നു അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ദിവസത്തേക്ക് പഠിക്കണം കേട്ടോ. സാമുനെ, എന്താ അതിന്റെ ആൻസർ മോനെ? അറിയില്ല മിസ്. അറിയില്ല എന്നാണോ അതിന്റെ ആൻസർ? അങ്ങനെയാണോ മിസ് എഴുതുന്നേ? നെക്സ്റ്റ്. അപ്പോ സാമുലിന് എഴുതാനായി. മുഹമ്മദ് ഷെസിൻ, എന്താ അതിന്റെ ആൻസർ മോനെ? ഷെസിൻ അറിയോ? ഇല്ല മിസ്. ഇല്ല. നെക്സ്റ്റ് സിദ്ധാന്ത് കൃഷ്ണ. എന്തുകൊണ്ടാ? സിദ്ധാന്ത് അൺമ്യൂട്ട് ചെയ്യ്. സിദ്ധാന്തേ ദേശീയ വിദ്യാഭ്യാസ മന്ത്രി. എന്തുകൊണ്ടാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി നാം
ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. അറിയില്ല? അറിയില്ല. ഷഹ്മാവി, ഷഹ്മ അൺമ്യൂട്ട് ചെയ്യ. ഷഹ്മ, ഷഹ്മക്ക് അറിയോ? നോ. നോ. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുത്തേ സെലിന. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ആന്തര സൂചകമായിട്ടാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ആദര സൂചകമായിട്ടാണ് നാം അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അങ്ങനെ എഴുതണം ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ എത്ര പേർക്കുണ്ടത് 5 ടൈംസ് എഴുതാൻ? ഓർമ്മയുണ്ടല്ലോ ആർക്കൊക്കെയാണെന്ന്? എനക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. സാമുവൽ ഉണ്ട്, എറിക്ക് പിന്നെ പനി ആയതുകൊണ്ട് കുഴപ്പമില്ല, പോട്ടെ. സാമുവല്, നെക്സ്റ്റ് ആരാ ചോദിച്ചേ മിസ്? ഷഹ്മാവി, അടുത്ത സിദ്ധാന്ത് കൃഷ്ണ, ഷെസി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്. എന്താണ് റിലു? ആരാ കൈബുക്കിയെ? റിലു അല്ലേ? എന്താ റിലു? മിസ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്റെ ക്ലാസ് കട്ടായി പോയി. ക്ലാസ് കട്ടായി പോയിനോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പതംഗം. പതംഗം എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ പറയണം. പതംഗം, പതംഗം. ജുവൽ, ജുവൽ. ഓക്കെ, പറഞ്ഞോ ജുവല്. പതംഗം. പേജ് നമ്പർ എത്രയാ? ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുവാണ് ഞാൻ. റിവിഷൻ ആയിരുന്നു ഇന്ന്, ഒന്നും കേട്ടില്ലേ ജുവല്? നെക്സ്റ്റ് ആൻജോ. ആൻജോ അൺമ്യൂട്ട് ചെയ്തേ. ആൻജോ ജോസഫ്, എന്താണ് പതംഗം? ആൻജോ പോയോ? ആൻജോക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോ ഒരു പോക്കുണ്ട് അല്ലേ? വായിക്കാൻ പറയുമ്പോൾ എങ്ങനെയെങ്കിലും നെറ്റ് കട്ടാവും. അത് വല്ലാത്തൊരു സൂത്രമാണ് കേട്ടോ, വല്ലാത്തൊരു നെറ്റ് കട്ടാവലാണിത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ. ടോഷിൻ, ഞാൻ പിടിച്ചോളാം ആൻജോയെ. ടോഷിൻ, പതംഗം പര്യായ പദങ്ങൾ പറഞ്ഞേ, സമാന പദങ്ങള്. പതംഗം എന്ന പദത്തിന്റെ കേട്ടിട്ടേ ഇല്ല. പതംഗം കേട്ടോ മക്കളെ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ ആ വാക്ക്? കേട്ടവര് ഒരുപാട്. യെസ്. എന്നാ എന്താണ് പതംഗം എന്നുള്ള പദത്തിന്റെ പര്യായ പദം? അറിയില്ല? നോ. നോ. നെക്സ്റ്റ് ജോഹാന, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ജോഹാന, ജോഹാനക്ക് പനിയാണ്. ജോഹാന, Johanna, can you hear me? Please unmute. അൺമ്യൂട്ട് ആവുന്നില്ല, അത് നല്ല കാര്യം. നിഹാര, ഒന്ന് പറഞ്ഞേ അതിന്റെ അർത്ഥം, അല്ല അതിന്റെ പര്യായ പദങ്ങള്.
ശലഭം പൂമ്പാറ്റ. ഓക്കെ വെരി ഗുഡ്. ശലഭം പൂമ്പാറ്റ. അപ്പോ ബാക്കി ചോദിച്ചവരെ അത് 5 ടൈംസ് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഭാഗ്യം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എഡ്വിൻ തോമസ്. ഭാഗ്യം അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് വിപരീത പദം പറയണം. എഡ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എഡ്വിൻ അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ലേ? എന്തു പറ്റി? നിങ്ങൾക്ക് ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ചിലവർക്ക് നെറ്റ് ഉണ്ടാവില്ല അല്ലേ? എന്താണ് സന? എവിടെ പോയി? വെരി ഗുഡ്. നിർഭാഗ്യം. അപ്പോ എഡ്വിൻ അത് എഴുതുക കേട്ടോ 5 ടൈംസ്. നെക്സ്റ്റ് ജൂലിയറ്റ്. നന്മ എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് ജൂലിയറ്റ്. ജൂലിയറ്റ് തിന്മ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് നിദ ഫാത്തിമ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിദ ഫാത്തിമ. പൂവ് എന്ന പദത്തിന്റെ പര്യായ പദം ഒന്ന് പറഞ്ഞേ. പൂവ്. നിദ അൺമ്യൂട്ട് ഇല്ല. വീഡിയോ ഓണല്ല. നിദ ഫാത്തിമ മിണ്ടാതിരുന്ന പിന്നെ കുഴപ്പേ ഇല്ല അല്ലെ. നെക്സ്റ്റ് ഫാത്തിമത്ത് ഷഹ്മാക്കെ ഒന്ന് പറഞ്ഞേ അതിന്റെ ആൻസർ. പൂവ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങള്. ഓക്കെ ഒന്ന് കേൾക്കുന്നില്ല. നമ്മൾ പറഞ്ഞത് മിസ്സിന് ക്ലിയർ ആയി. പുഷ്പം, സുമം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഞാനോടാ ചോദിക്കാതുള്ളത്. അലൻ മാത്യു. ശ്രീകൃഷ്ണന്റെ ഉള്ളിൽ പാരം വേദനയുണ്ടായത് എപ്പോൾ? എപ്പോഴാണ് അലൻ മാത്യു? എന്തുകൊണ്ട്? വെണ്ണയും പാലും തിന്നാതിരുന്നപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ ഉള്ളിൽ വേദന ഉണ്ടായത്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. അത് തന്നെയല്ലേ ഇതിന്റെ ആൻസർ മക്കളെ? ആർക്കെങ്കിലും? ഓക്കെ. അടുത്തത് ഇനി ആരോടാ ചോദിക്കാതെ ഉള്ളത്? റിലു ആബിദ് അല്ലെ? എല്ലാരോടും ചോദിച്ചല്ലോ. നവമി ഉണ്ട്. നവമി അല്ലെ? ഓക്കെ. അബ്ദുൽ കലാം ആസാദിന്റെ മുഴുവൻ പേരെന്ത്? റിലു ആബിദ്. മൗലാന അബുൽ കലാം ആസാദ്. ആസാദിന്റെ പൂർണ്ണമായ പേരെന്ത്? ഒന്നുകൂടി ഇല്ലേ? നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലേ? അബ്ദുൽ കലാം അങ്ങനെയല്ല. അബ്ദുൽ കലാം മുഹയുദ്ദീൻ അഹമ്മദ് എന്നാണ് കേട്ടോ. ഞാൻ നോട്ടില് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോ അന്ന് അഹമ്മദ് എഴുതിയിട്ടില്ല. അത് എഴുതിയെടുത്തില്ലേ? എഴുതിനെ. പക്ഷെ ഞാൻ മൗലാന അഹമ്മദ് എഴുതിയിട്ടില്ല. എന്തേ? അതിന്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് തന്നത് അബ്ദുൽ കലാം മുഹയുദ്ദീൻ അഹമ്മദ് എന്നല്ലേ?
ഫുൾ നെയിം, പൂർണ്ണമായ പേര് കേട്ടോ. അബ്ദുൽ കലാം മുഹൈദ്ദീൻ അഹമ്മദ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? യെസ്. പിന്നെന്തേ? അടുത്ത ക്വസ്റ്റ്യൻ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത്? നവമി, നവമി രാജേഷ്, നവമിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ നവമി? ദേശീയ വിദ്യാഭ്യാസ ദിനമായി. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നാം ആചരിക്കുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പൊ എല്ലാവരോടും ചോദിച്ചോ? ഇനി ആരെങ്കിലും ചോദിക്കാതെ ഉണ്ടോ ക്വസ്റ്റ്യൻ ആൻസർ? ജുവലിനോട് ചോദിച്ചില്ലേ? ജുവലിന് കിട്ടാനിട്ടില്ലേ? ഇപ്പൊ ജുവലിന് മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുവാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ജുവലെ? ജുവൽ അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്. എന്താ ജുവല് പരിപാടി? രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോമൽ എവിടെ പോയി? ജോമല് ഉറൂബിന്റെ തൂലികാ നാമം എന്ത്? ജോമലെ അല്ലെങ്കിൽ ആരുടെ തൂലികാ നാമമാണ് ഉറൂബ് എന്നത്? എവിടെ പോയി? ജോമല് പോയോ? ആരുടെയാണ് സിദ്ധാന്തേ? PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, PC കുട്ടിക്കൃഷ്ണന്റെ ആണ് അല്ലെ? ജുവലിന് 5 പ്രാവശ്യം എഴുതിക്കോ. അല്ല ജുവലല്ല, ജോമല് കേട്ടോ. ഇനി ആരോടാ ചോദ്യം ചോദിക്കാൻ? എല്ലാവരോടും ചോദിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ആരും വിചാരിക്കണ്ട എന്നോട് ചോദിച്ചു ഇനി ചോദിക്കൂലെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബഹുമതി എന്ന പദത്തിന് അർത്ഥം? എഡ്വിൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എഡ്വിൻ. ബഹുമതി, ബഹുമതി എന്ന പദത്തിന്റെ അർത്ഥം? അതാ എഡ്വിനാണ്. ബഹുമതി എന്ന പദത്തിന്റെ അർത്ഥം? അവാർഡ്. ബഹുമതി അവാർഡ്. അവാർഡ് എന്നാണോ വരുവാ ശരിക്ക്? ബഹുമതി അവാർഡ് കൊടുക്കുന്ന മാത്രല്ലല്ലോ ബഹുമതി, ആണോ? എന്താ അതിന്റെ അർത്ഥം? അംഗീകാരം എന്നാണ്. അംഗീകാരം, അംഗീകാരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇച്ഛ, ഇച്ഛ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ടോഷനെ ഒന്നെങ്കിലും പറഞ്ഞേ ടോഷൻ. ക്വസ്റ്റ്യൻ. ഇച്ഛ എന്ന പദത്തിന്റെ അർത്ഥം? ജൊഹാന എന്നാ പറഞ്ഞേ. ജൊഹാന. ആഗ്രഹം. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയല്ലേ ജൊഹാനക്ക്? ആഗ്രഹം, ഇച്ഛ, ആഗ്രഹം. ടോഷൻ എഴുതാനായി വീണ്ടും. ഇച്ഛ, ആഗ്രഹം. ഓക്കെ, നെക്സ്റ്റ്. ചിത്തം എന്ന പദത്തിന് എന്താ അർത്ഥം ഷസിൻ? ചിത്തം, ചിത്തം. ഞാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം വീണ്ടും പറഞ്ഞാണ്. ചിത്തം, കുട്ടിയുടെ ചിത്തം തുടിച്ചുയരുന്നത് എപ്പോഴാണ്?
ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? നിങ്ങളോട് ഞാൻ എന്തിനാ ഈ അർത്ഥമൊക്കെ ഇങ്ങനെ പറയുന്നേ? ഇതൊന്നും ഓർമ്മിച്ചു വെക്കാനല്ലേ? ചിത്തം എന്താ അർത്ഥം? ചിത്തം എന്താ അലൻ പി സാംസൺ? നോനോ. ചിത്തം തുടിച്ചുയരുന്നത് എപ്പോഴാണ് എന്നാണ്. മനസ്സ്. ഓക്കെ, വെരി ഗുഡ്. മനസ്സ്, ചിത്തം, മനസ്സ്. ഇനി മറന്നിട്ടാണ് ചിത്തം, മനസ്സ്. ചിത്രപതംഗം പൂമ്പാറ്റ, ഇച്ഛ ആഗ്രഹം. ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കും. ചെറിയ 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 ക്വസ്റ്റ്യന്റെ ഒക്കെ അർത്ഥം, അല്ല പദങ്ങളുടെ അർത്ഥം എത്ര കണ്ട് പറയുന്നേ? ഓക്കെ, അപ്പോ ഫസ്റ്റ് മുതല് 6 ലെസൺ വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിൽ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ എക്സാമിന് തന്നെ 1-2 പാഠം പഠിച്ചതാണ്. അതിന് ശേഷമുള്ളതാണ് ഇപ്പൊ പഠിക്കാനുള്ളത്. വെരി വെരി സിമ്പിൾ, അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാൻ. പക്ഷെ എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല. ശരിക്കും ക്ലാസ്സിൽ ഇരുന്ന കുട്ടിയൊക്കെ തന്നെ അതിന്റെ ആൻസർ പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല. കുറെ കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് വെച്ചിട്ടാണ് ആൻസർ പറഞ്ഞത്. പക്ഷെ കൃത്യമായ ക്ലാസ് കയറുന്നവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. കാണാതെ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണം ഒന്നുമില്ല. എന്നിട്ട് പോലും നിങ്ങൾ ആൻസർ പറയുന്നില്ല അല്ലേ? ഇങ്ങനെ ആയാ മതിയോ എല്ലാവരും? മതിയോ? മതിയോ? ആണോ റിലു? റിലു ഇങ്ങനെ ആക്കുന്നില്ല ഒരിക്ക, പിന്നെ ഇങ്ങനെ ആക്കുന്നില്ല. എന്താ ചെയ്യണ്ടേ, എന്നാ പറയണ്ടേന്നൊന്നും ഒരു പിടിയുമില്ല. ഇങ്ങനെ മതിയോ റിലു? മതിയോ എന്ന് ചോദിച്ചാൽ അല്ല പറയും. മതി ആ എന്ന് പറഞ്ഞാ ആ എന്ന് പറയും അല്ലേ റിലു? ഇങ്ങനെ പഠിച്ചാ മതിയോ നിങ്ങള്? ഇതാണ് നിങ്ങളുടെ എക്സാമിന് പഠിച്ചത്. ഇതിൽ കുറെ പേര് പഠിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും പഠിച്ചിട്ടില്ല. ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്ക്. ഇനിയിപ്പോ നവംബർ മാസം നിങ്ങൾ സ്കൂളിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിച്ചിട്ടേ നമ്മൾ മുമ്പോട്ട് പോകുന്നുള്ളൂ. കാണാം, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കി എഴുതുന്ന പോലെ നോക്കി എഴുതാനോ നോക്കി പറയുന്ന പോലെ നോക്കി പറയാനോ ഒന്നും ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റില്ല അല്ലേ? ഒരു സത്യം പറഞ്ഞു ഞാൻ. അപ്പൊ ജോഹാനൊക്കെ ചിരി വന്നു. ശരിയല്ലേ മിസ് പറഞ്ഞത്? കുറെയൊക്കെ നമ്മൾ നോക്കിയിട്ടാ എഴുതുന്നല്ലേ? അതെല്ലാരും അതെയായിരിക്കും അല്ലേ? അപ്പൊ അതൊന്നും ഇന്ന് നടപ്പില്ല കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ? എല്ലാരും പഠിക്കുക. ഇത് അത്രയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ. നിങ്ങളോട് ഞാനൊരു 10,000 പറയുന്ന ക്ലാസ്സിൽ തന്നെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചോദിച്ചാൽ തന്നെ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങള് കൃത്യമായിട്ട് അർത്ഥം പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, പര്യായപദങ്ങൾ പഠിക്കുക, ഓപ്പോസിറ്റ് വേർഡ് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് നല്ല തറവായി വായിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കോ? ഇന്ന് എന്നാ കുറെ ആൾക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ പറയാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ് ബെനിറ്റ, വെരി ഗുഡ്. അപ്പോ കുറെ പേർക്ക് ഇന്ന് ആൻസർ പറയാൻ പറ്റിയില്ല. പക്ഷെ അവരൊന്നും പഠിക്കാത്ത കുട്ടികളാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യണം? ഇന്ന് മുതല് അവരും പഠിക്കുക അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? പഠിച്ചിട്ട് ആൻസർ ചെയ്യുക. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് എന്നാണ് പറയുക. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് പറയാൻ കിട്ടാത്തവർക്കും അടുത്ത ദിവസം പറയാൻ പറ്റുമോ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ മക്കളും നന്നായി പഠിക്കുക. എക്സാമിന് വേണ്ടി 6 ലെസൺ കംപ്ലീറ്റ് പഠിക്കുക. ഓക്കെ അല്ലേ? പഠിക്കൂ എല്ലാവരും? ഓക്കെ, വെരി ഗുഡ്. എന്താ റിലുവിന് ഡൗട്ട്? മിസ് എക്സാമിന് പൂവിലി എന്ന് പറഞ്ഞ പാഠം വരുമോ?